മൂന്നാമത്തെ പാഠമായ അൺചേഞ്ചിങ് റിലേഷൻസ് എന്ന് പറഞ്ഞ പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആ ക്ലാസിന്റെ ബാക്കി ക്ലാസ്സുകളിലേക്ക് പോകാം. അപ്പൊ നോക്കിയേ, നമ്മൾ ഇതിന്റെ ഈ മോഡലിന്റെ കണക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി കണക്ക് ഞാൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടു എ നമ്പർ ആഡ് അനദർ ആൻഡ് സബ്ട്രാക്ട് ദി ഫസ്റ്റ്. ടു എ നമ്പർ ആഡ് അനദർ ആൻഡ് സബ്ട്രാക്ട് ദി ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു നമ്പറിന്റെ കൂടെ വേറൊരു നമ്പർ ആഡ് ചെയ്യുക, ആൻഡ് സബ്ട്രാക്ട് ദി ഫസ്റ്റ് എന്ത് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുന്നത് എന്ത് കുറയ്ക്കണം, സബ്ട്രാക്ട് ദി ഫസ്റ്റ്. ആദ്യം ആഡ് ചെയ്ത നമ്പർ എന്ത് ചെയ്യാം, കുറയ്ക്കാം. അങ്ങനെയാണ് ഒരു നമ്പറിനോട് മറ്റൊരു നമ്പർ ആഡ് ചെയ്യുക, ആ ആഡ് ചെയ്തതിനോട് എന്ത് ചെയ്യാം, ആദ്യം ആഡ് ചെയ്ത നമ്പർ കുറയ്ക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കാം. Let the numbers be. Let the numbers be. എന്താണ്, x and y. Let the numbers be x and y. ഇനി നമ്മൾ എന്തിനാ പറയുന്നത്, നമ്മൾ രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ടാണ് രണ്ട് വേരിയബിൾ എടുത്തത്. രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ടാണ് രണ്ട് വേരിയബിൾ എടുത്തത്. എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഞാനിവിടെ എക്സും വൈ എടുത്തു. രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ടാണ് രണ്ട് വേരിയബിൾ എടുത്തത്. ഇനി എന്ത് ചെയ്യാം, ആ രണ്ട് നമ്പർ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഞാൻ എന്താണ് ആഡ് ചെയ്യാൻ പോകും, എക്സ് പ്ലസ് വൈ. ഞാൻ എടുത്ത രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തു, എക്സും വൈ കൂടെ ആഡ് ചെയ്തു, എക്സ് പ്ലസ് വൈ. ഇനി എന്താണ്, ആൻഡ് സബ്ട്രാക്ട് ദി ഫസ്റ്റ്. എന്താണ്, ആദ്യം ആഡ് ചെയ്യാൻ എടുത്ത നമ്പർ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കുറയ്ക്കാം. അപ്പൊ എങ്ങനെയാണ്, നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടി, എക്സ് പ്ലസ് വൈ ആഡ് ചെയ്തപ്പോൾ കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പോവാ, ഈ എക്സ് പ്ലസ് വൈ എന്ത് ചെയ്യാൻ പോവാ, ഈ എക്സ് പ്ലസ് വൈയിൽ നിന്ന് എന്ത് കുറയ്ക്കണം, സബ്ട്രാക്ട് ദി ഫസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ആഡ് ചെയ്ത നമ്പർ എന്ത് ചെയ്യാം, ഈ ആഡ് ചെയ്ത നമ്പറിൽ നിന്ന് കുറയ്ക്കാം. ഫസ്റ്റ് ആഡ് ചെയ്ത നമ്പർ ഏതാ, ഇവിടെ എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എക്സ് ഇതിൽ നിന്ന് കുറയ്ക്കാം. ഫസ്റ്റ് ആഡ് ചെയ്ത നമ്പർ ഏതാണ്, എക്സ്. അതായത് എക്സ് വൈ അല്ലേ, എക്സ് വൈ. അപ്പൊ എക്സ് അല്ലേ നമ്മൾ ആദ്യം ആഡ് ചെയ്തത്. അപ്പൊ ആദ്യം ആഡ് ചെയ്ത നമ്പർ എന്ത് ചെയ്യാം, എക്സ് പ്ലസ് വൈയിൽ നിന്ന് കുറയ്ക്കാം, മൈനസ് എക്സ്. നോക്കിയേ, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് എന്താണ്, പ്ലസ് എക്സ് മൈനസ് എക്സ് എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. ബാക്കി എന്ത് വരും, വൈ വരും. അതായത് എക്സിൽ നിന്ന് എന്ത് ചെയ്യും, എക്സ് കുറവാണ്, എക്സ് മൈനസ് എക്സ് എന്നല്ലേ വരുന്നത്. അപ്പൊ എക്സിൽ നിന്ന് എന്ത് ചെയ്യും, എക്സ് പോവും. അതായത് ഒരു എക്സിൽ നിന്ന് എന്താണ്, ഒരു എക്സ് അങ്ങ് പോവും. അപ്പൊ സീറോ ആവത്തില്ലേ. പിന്നെ ബാക്കി എന്താണ്, ഒരു പ്ലസ് വൈ. നമ്മൾ എന്ത് ചെയ്തു, ആ വൈ ആൻസർ ചെയ്തു. അപ്പൊ നോക്കി, എന്താണ് നമ്പർ ആഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമ്പറിനോട് വേറെ നമ്പർ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ദി ഫസ്റ്റ്. അതിൽ നിന്ന് എന്ത് ചെയ്യാം, ആദ്യം ആഡ് ചെയ്ത നമ്പർ കുറയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൻസർ രണ്ടാമത് ആഡ് ചെയ്ത നമ്പർ മാത്രമായിട്ട് കിട്ടും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, to a number add another and then add the sum to the first number. എന്തിനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, to a number add another and then add this sum to the first number. എന്തിനാണ് നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, to a number add another and then add this sum to the first number. എന്ന് വെച്ചാൽ എന്താണ്, to a number add another, ഒരു നമ്പറിന്റെ കൂടെ വേറൊരു നമ്പർ ആഡ് ചെയ്യാം. എന്നിട്ട് എന്താണ്, then add this sum to the first number. ഇനി എന്ത് ചെയ്യാൻ പോവാ, ഈ കിട്ടുന്ന സം ഇല്ലേ, ആ സം എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ആഡ് ചെയ്ത നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യാം. മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആദ്യം എടുത്ത നമ്പർ അതിൽ നിന്ന് കുറയ്ക്കാനായിരുന്നു അല്ലേ. ഇവിടെ എങ്ങനെയാണ്, രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ ആദ്യം എടുത്ത നമ്പർ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം, let the numbers be എന്താണ്, x and y. Let the numbers be x and y. ഇനി എന്ത് ചെയ്യുക, ഈ നമ്പർ നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ പോണേ x plus y. നമ്പർ എടുത്ത് ഞാൻ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാ, then add this sum to the first number. ഈ സം എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്പറിനോട് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ ഇവിടെ ഏതാ, എക്സ്. എക്സിനോട് എന്ത് ചെയ്യാം, ഈ സം ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് സം എടുക്കാം, എക്സ് പ്ലസ് വൈ. ഇതിനോട് എന്താ ആഡ് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ ഏതാ, ഇവിടെ എക്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, എക്സ് ആഡ് ചെയ്യാം. അപ്പൊ നോക്കിയേ, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് എന്ന് വന്നു. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, എക്സ് എക്സോട് ആഡ് ചെയ്യാം. കാരണം സെയിം വേരിയബിൾസ് അല്ലേ ആഡ് ചെയ്യേണ്ട. അത് നമ്മൾ സെയിം വേരിയബിൾസ് തമ്മിൽ കുറച്ചു. ഒരു എക്സിൽ നിന്ന് ഒരു എക്സ് കളഞ്ഞപ്പോ എന്താണ്, വൈ മാത്രം കിട്ടി, കഴിഞ്ഞ ക്വസ്റ്റ്യനില്. ഇനി എന്താണ്, ഒരു എക്സോടെ കൂട്ടാനാ പറ്റുന്നത്, ഇവിടെ അഡീഷണൽ ഇല്ല. അപ്പൊ ഒരു എക്സോടെ എന്ത് ചെയ്യാം, കൂട്ടാം. അപ്പൊ നമ്മൾ കാണുന്നത് ഒരു എക്സോടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 2x കിട്ടും. ബാക്കി എന്തുണ്ട്, ഒരു പ്ലസ് വൈ ഉണ്ട്. നമ്മുടെ ആൻസർ എങ്ങനെ വന്നു, 2x plus y എന്ന് വന്നു. ഓക്കെ, രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുക, ആ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ആ ആഡ് ചെയ്ത സമ്മിനോട് എന്ത് ചെയ്യുക, ആദ്യത്തെ നമ്പർ വീണ്ടും കൂട്ടുക.
നമ്മൾ രണ്ട് നമ്പർ എടുത്തു, എക്സും വൈയും ആഡ് ചെയ്തു. എക്സും വൈ ആഡ് ചെയ്തതിന് ശേഷം എന്താണ് ആദ്യം ഉള്ള നമ്പർ എന്ത് ചെയ്യുക, അതിലൂടെ കൂട്ടുക. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ കിട്ടി ഒരു എക്സ് പ്ലസ് വൈ എന്ന് വന്നു. ഒരു എക്സ് എത്ര 2x ആയി പ്ലസ് വൈ ബാക്കി വന്നു 2x പ്ലസ് വൈ എന്ന് വന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സബ്ട്രാക്ട് 2 times a number from 5 times the number. എന്താണ് 2 times സബ്ട്രാക്ട് ചെയ്യാൻ എന്താ 2 times from the 5 times. അത് 5 times ഒരു നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക 2 times ഒരു നമ്പർ കുറയ്ക്കാം. അപ്പൊ നമുക്ക് എന്തെടുക്കാം, let the number be എന്ത് ചെയ്യാം x എന്ന്. let the number be x എന്ന്. കാരണം ഞാൻ ഒരു നമ്പർ എന്താണ് x നിർത്തും. ഇനി എന്ത് ചെയ്യാൻ പോവാം, ഇതിന്റെ 5 times നിന്ന് എന്ത് ചെയ്യാനാ 2 times കുറയ്ക്കാനാണ്. നോക്ക്, സബ്ട്രാക്ട് 2 times ഒരു നമ്പറിന്റെ 2 times എന്തിൽ നിന്ന് കുറയ്ക്കണം, ഫ്രം ആണ്. ഫ്രം നമ്മൾ ആദ്യം ഇടുന്നത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫ്രം 5 times എന്താണ് 5 times നിന്ന് എന്ത് ചെയ്യാം ഒരു നമ്പറിന്റെ 2 times കുറയ്ക്കാം. അതായത് ഒരു നമ്പറിന്റെ 5 times നിന്ന് ഒരു നമ്പറിന്റെ 2 times കുറയ്ക്കാം. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു നമ്പർ എങ്ങനെ എടുത്തു, ഒരു നമ്പർ എങ്ങനെ എടുത്തേ x എന്ന ഭാഗം എടുത്തു. ഒരു നമ്പർ x നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്റെ 5 times വരുന്നതാണ് നോക്കുക. ഒരു നമ്പർ x അതിന്റെ 5 times എന്ന് വെച്ചാൽ എന്താണ് അതിനെ 5 കൊണ്ട് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയാണ് ഒരു നമ്പർ നമ്മൾ x ആയി എടുത്തു. അപ്പൊ ആ നമ്പറിന്റെ 5 times എന്ന് വെച്ചാൽ എന്താണ് ആ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 5 times പറഞ്ഞാൽ വരും 5 times equal to വരും ഒരു നമ്പർ എടുക്കുക, ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into x നമുക്ക് എന്ത് കിട്ടും 5x എന്ന് കിട്ടും. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അടുത്ത എന്താ വേണ്ടത് 2 times. അടുത്ത എന്താ വേണ്ടത് 2 times. വീണ്ടും നമ്മൾ എടുക്കുക എന്താണ് 2 into x. അതായത് 2 times വെച്ചാൽ ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 into x equal to 2x എന്ന് വന്നു. അങ്ങനെയാണ് 5 times നിന്ന് 2 times കുറയ്ക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഒരു നമ്പർ നമ്മൾ x ആയിട്ട് എടുത്തു, ആ നമ്പറിന്റെ 5 times വെച്ച് എന്താണ് ആ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 times വെച്ച് എന്താണ് ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇനി എന്താണ് കുറയ്ക്കണം, നമുക്ക് കുറയ്ക്കാം. എവിടെ നിന്ന് എങ്ങനെ കുറയ്ക്കുന്നത് ഫ്രം 5 times. എന്താണ് 5 times ഫ്രം അല്ലേ തന്നെ 2 times a number from 5 times. എന്താണ് 5 times നിന്ന് എന്താണ് 2 times കുറയ്ക്കണം. അപ്പൊ എന്താണ് 5 times എന്ന് വെച്ചാൽ എന്താണ് 5x ആണ്. 5 times എന്ന് വെച്ചാൽ എന്താണ് 5x ആണ്. 5x നിന്ന് എന്ത് ചെയ്യാം 2x കുറയ്ക്കാം. അതായത് നമ്മുടെ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഈസ് ഈക്വൽ എന്ന് പറയാൻ കഴിയും. ആൽജിബ്രിക് എക്സ്പ്രഷൻ ഈക്വൽ എന്താണ് 5x minus 2x. ആൻസർ എന്ത് കിട്ടും, 5x നിന്ന് എന്ത് ചെയ്യാം 5x നിന്ന് 2x കുറയ്ക്കാം. 5x നിന്ന് 2x കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും 5x നിന്ന് 2x കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും 3 കിട്ടും. എന്താണ് 3x ആണ് എന്താ നമ്മുടെ ആൻസർ. 5x നിന്ന് 2x കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3x ആണ്. അപ്പൊ എന്താ 3x ആണ് എന്താ നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നോക്കിയേ, സബ്ട്രാക്ട് 2 times a number from 5 times the number. എന്താണ് അതായത് 5 times നമ്പറിൽ നിന്ന് 2 times കുറയ്ക്കാൻ പറ്റും. അതായത് ഒരു നമ്പറിന്റെ 5 times എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ഒരു നമ്പറിന് 2 times എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക അത് തമ്മിൽ കുറയ്ക്കുക. അതായത് 5 times നിന്ന് 2 times കുറയ്ക്കുക. അപ്പോൾ ഒരു നമ്പർ നമ്മൾ എന്താണ് x എടുത്തു. അപ്പൊ x ന്റെ 5 times വെച്ചാൽ 5x-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 5x കിട്ടും. ഇനി ആ നമ്പർ 2 times വെച്ചാൽ എന്താണ് ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 2x കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ സബ്ട്രാക്ട് 2 times a number from 5 times. എന്താണ് 5 times നിന്ന് 2 times കുറയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 3 times കിട്ടും. 3x കിട്ടും. 3 ഇത് എങ്ങനെ വായിക്കുന്നത് 3 times a number. എന്താണ് 3x. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, add 2 times a number with 3 times the same number. എന്താണ് എന്താ പറയുന്നത് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് 2 times a number. എന്താണ് ഒരു നമ്പറിന് 2 times എടുത്തിട്ട് എന്ത് ചെയ്യാം with 3 times the same number. അതേ നമ്പറിന് തന്നെ 3 times എടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതേ നമ്പറിന് തന്നെ 3 times എടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് എന്താ let the number be. നമുക്ക് ഒരു നമ്പർ എടുക്കാം. let the number be എന്താണ് x എന്ന് എടുത്തു. let the number be x. ഇനി എന്തൊക്കെ ആഡ് ചെയ്യണ്ടേ 2 times 3 times അല്ലേ ആഡ് ചെയ്യണ്ടേ. നമുക്ക് എടുക്കാം 2 times നമുക്ക് എഴുതാം ഒരു നമ്പർ x, ആ നമ്പർ 2 times പറഞ്ഞാൽ ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into x എന്ത് കിട്ടും 2x കിട്ടും. അടുത്ത എന്താണ് ആ നമ്പറിന്റെ 3 times 3 into x എന്താണ് 3 x എന്ന് പറയുമ്പോൾ എന്താണ് 3x. ഇനി എന്തിനാണ് പറയുന്നത് ആഡല്ലേ നമ്മൾ ആഡ് ചെയ്യാനല്ലേ. നമുക്ക് ആഡ് ചെയ്യാം 2x plus
3x. എന്ത് കിട്ടും? 2x 3x കൂട്ടുമ്പോൾ 2x 3x കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5x കിട്ടും. 2x 3x കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 5x. അപ്പൊ നമ്മുടെ ആദ്യത്തെ എക്സ്പ്രഷൻ എങ്ങനെ വന്നു? 5x വന്നു. അങ്ങനെയാണ് ആഡ് 2 times a number with 3 times the same number. എന്താണ്? ഒരു നമ്പറിന് 2 times എടുക്കുക, ആ നമ്പറിന് 3 times എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? രണ്ടും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി? 5 times a number. എന്താണ്? 5x എന്ന് ആൻസർ കിട്ടി. കണ്ണാത്തേ സൗണ്ട് പറ, സൗണ്ട് പറ. നോക്കിയേ, നമുക്ക് ഇനി ഈ പാഠത്തിൽ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കണം. ഇതുപോലത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കണം. ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചാണ് എന്താ നമ്മൾ ഇനിയുള്ള കണക്കുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രോപ്പർട്ടി പഠിച്ച് ആ പ്രോപ്പർട്ടിയുടെ കണക്കുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് തെറ്റത്തില്ല. കാരണം ആ പ്രോപ്പർട്ടി നമുക്കറിയാം, ഏതാ കണക്കിന്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ അത് വെച്ച് ചെയ്യുകയും ചെയ്യും. പക്ഷേ എന്താണ് നമ്മൾ പാഠം മൊത്തം കഴിയുമ്പോൾ എന്താണ് ഇത് മിക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്താ എക്സാം എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആ പ്രോപ്പർട്ടി തിരിച്ചറിയാം, എന്നിട്ട് എന്ത് ചെയ്യാം? അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് പല കുട്ടികൾ എന്ത് ചെയ്യും? ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യും. പല കുട്ടികൾ എന്ത് ചെയ്യാതെ ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യും. ഒരുമിച്ച് ആഡ് ചെയ്ത് എന്ത് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ അതല്ല നമുക്ക് അവിടെ നമുക്ക് എന്താണ് ഇതേപോലത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്താ നമുക്ക് എക്സാമിന് മാർക്ക് വേണ്ടത്. അതായത് അങ്ങനെ മാത്രമേ എന്താണ് നമുക്കത് ആൻസർ അവർ ശരിയാക്കി തരത്തുള്ളൂ. പ്രത്യേകം ഞാൻ പറയാം എന്ത് ചെയ്യാം, ഇത് ഒരുമിച്ച് കൂട്ടിയിൽ വെച്ച് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല ചെയ്യുന്നത്. എന്താ ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? എക്സാമിന് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്ത് ഒരുമിച്ച് കൂട്ടി വെച്ച് ആൻസർ കിട്ടും, പക്ഷെ അത് തെറ്റാണ്. ഈ പ്രോപ്പർട്ടി തന്നെ ഉപയോഗിച്ച് ചെയ്യണം. അപ്പൊ ഈ പഠിപ്പിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ കണ്ടാൽ ഏത് പ്രോപ്പർട്ടിയാണ് തിരിച്ചറിയുക, ആ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ചെയ്യുക. നമുക്ക് ഒന്ന് ചെയ്യാം. ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. എന്താണ്? x plus y plus z is equal to x plus y plus z. ഇതാണ് ഒരുമിച്ച്. ഫോർ ഓൾ നമ്പേഴ്സ് x y z എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും ഇത് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രോപ്പർട്ടി നോക്കിയേ. എന്താണ്? ആദ്യം എക്സും വൈയും കൂടെ ഒരു ബ്രാക്കറ്റിനകത്ത് കൂട്ടാം. ആ കൂട്ടി കിട്ടുന്ന സമയം എന്ത് ചെയ്യാം? z കൂട്ടാം. എങ്ങനെയാണ്? എക്സും വൈയും ബ്രാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടില്ലേ, ആ ബ്രാക്കറ്റ് കിട്ടുന്ന എന്ത് ചെയ്യാം? ഒരുമിച്ച് ആദ്യം കൂടെ ബ്രാക്കറ്റ് കിട്ടുന്ന എന്ത് ചെയ്യാം? ആദ്യം ചെയ്യാം. ആ ബ്രാക്കറ്റ് കിട്ടുന്ന ആദ്യം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആൻസർ പെട്ടെന്ന് എളുപ്പം കിട്ടും. നമുക്ക് എളുപ്പം ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കി എക്സ് മൈനസ് ഒരു ബ്രാക്കറ്റ് കിടക്കുന്നത്, ആ ബ്രാക്കറ്റ് കിട്ടുന്ന എന്ത് ചെയ്യാം? ആദ്യം കൂട്ടാം. ആ കിട്ടുന്ന ആൻസർ കൂടെ എന്ത് ചെയ്യാം? z കൂട്ടാം. അത് ഈക്വൽ ടു എന്താണ്? അതേ ആൻസർ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്താൽ എന്താണ്? വൈയും ഇസഡും കൂടെ ഒരു ബ്രാക്കറ്റ് കിടക്കുക. അതും കൂടെ എന്ത് ചെയ്യാം? ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? എക്സിന്റെ കൂടെ കൂട്ടാം. അത് ഇത്രയും മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് കിടക്കുന്നതെല്ലാം ആദ്യം ചെയ്യാം, അതിന്റെ സമ്മം ചെയ്യാം, പിന്നെ കിടന്നിട്ട് കൂട്ടാം. ആദ്യം ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടാം, മൂന്നാമത്തെ നമ്പറിലൂടെ ആ സമ്മം ആഡ് ചെയ്യാം. അത് എന്തിനോട് ഈക്വലാ? അവസാനത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയിട്ട് ആ കിട്ടുന്ന സമ്മം എന്ത് ചെയ്യാം? ആദ്യത്തെ നമ്പറിലൂടെ ആഡ് ചെയ്താൽ എന്തെന്നാ? ഈക്വൽ. ഇത് തമ്മിൽ എന്താണ്? ഈക്വൽ. ഇത് തമ്മിൽ ചെയ്താൽ എന്താണ്? ഈക്വലാ. ഇത് എങ്ങനെ എന്താണ് നമ്മൾ ആഡ് ചെയ്യുക? അപ്പൊ എന്താണ്? ആദ്യത്തെ രണ്ടിനോട് കൂട്ടിയിട്ട് ആ കിട്ടുന്ന സമ്മം എന്ത് ചെയ്യാം? മൂന്നാമത്തിനോട് കൂട്ടിയാലും അവസാനത്തെ രണ്ടും കൂടെ കൂട്ടിയിട്ട് ആദ്യത്തിനോട് കൂട്ടിയാൽ എന്താണ്? രണ്ടും ഈക്വലാ. നോക്കി, ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്നാ അവര് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന കണക്ക് 49 plus 125 plus 75 ഇതെന്ത് ചെയ്യാം? ഈ മോഡല് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ മോഡല് ചെയ്യാം. അതെന്താണ്? x plus y plus z എന്ന ഫോമില് ചെയ്യാൻ നമുക്ക്. അപ്പൊ നോക്കി, ഇതല്ലേ x, ഇതല്ലേ y, ഇതല്ലേ z. x plus y plus z മൂന്ന് നമ്പർ ഇല്ല. ഇത് x, ഇത് y, ഇത് z. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? x ന് പകരം എടുക്കാം 14 എടുക്കാം. x ന് പകരം എടുക്കാം 14 എടുക്കാം. x അല്ലേ ഇത്? പ്ലസ് y plus z. y എന്താണ്? 125 പ്ലസ് 75 z അല്ലേ? എന്താണ്? പ്ലസ് 75. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് കിടക്കുന്ന എന്ത് ചെയ്യാം? ആദ്യം ആഡ് ചെയ്യണം. ബ്രാക്കറ്റ് കിടക്കുന്ന എന്ത് ചെയ്യണം? ആദ്യം ആഡ് ചെയ്യണം. ബ്രാക്കറ്റ് ആഡ് ചെയ്യാം. 125 പ്ലസ് 75
എന്തിട്ട് നമുക്ക് ആൻസർ 200 കിട്ടും. അതായത് എങ്ങനെ വരും 49 പ്ലസ് 200 എന്ന് വരും. നമുക്ക് എളുപ്പമല്ലേ കൂട്ടാൻ. 200 പ്ലസ് 49 എത്ര കിട്ടും? 249 കിട്ടും. കാണോ നമ്മൾ ഒരുമിച്ച് കുട്ടിയിട്ട് കൂട്ടാനൊക്കെ എളുപ്പമാണ് എന്താ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് നോക്കിയേ, നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അതായത് ആദ്യത്തെ രണ്ട് നമ്പേഴ്സ്, അതായത് 3 നമ്പർ കൂട്ടാൻ തന്നാൽ ആദ്യത്തെ 2 നമ്പർ കൂട്ടിയിട്ട് ആ കിട്ടുന്ന സമയം മൂന്നാമത്തെ നമ്പറിനോട് കൂട്ടിയാലും അവസാനത്തെ 2 നമ്പർ നമ്മൾ കൂട്ടിയിട്ട് ആദ്യത്തെ നമ്പറിനോട് കൂട്ടിയാൽ എന്താണ് ഈക്വൽ ആണ്. അതായത് 3 നമ്പർ കൂട്ടാൻ എടുക്കുന്ന പ്രോപ്പർട്ടിയാണ് പറയുന്നത്. നമ്മൾ എടുത്തു എന്താണ് 49 പ്ലസ് 125 പ്ലസ് 75. നമ്മൾ എന്ത് ചെയ്തു? അവസാനത്തെ 2 നമ്മൾ ഇതെടുത്തു. ഇത് നമുക്ക് ഇതിലേക്ക് എടുത്താൽ ഇത് നമ്മൾ എടുത്തു ചെയ്യാൻ, കാരണം ഇതിന്റെ കുറച്ച് എളുപ്പം. നമ്മൾ എന്ത് ചെയ്തു? എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അപ്പൊ എന്ത് ചെയ്തു? വൈയും ഇസഡും കൂടെ ആദ്യം കൂട്ടി 125 75 ആദ്യം കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 200 കിട്ടി. 200 എന്ത് ചെയ്തു? നമ്മൾ 49 ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 249 കിട്ടി. നമുക്ക് എളുപ്പം കിട്ടിയല്ലോ. അടുത്ത ദിവസം നോക്കിയേ, 88 പ്ലസ് 12 പ്ലസ് 22. ഇത് ഉപയോഗിച്ച് ഞാൻ എന്താ അവർ പറയുന്നത് ഉപയോഗിച്ച് ആഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതെടുത്ത് വെച്ച് ആഡ് ചെയ്യാം. എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇത് രണ്ടുകൂടെ ആദ്യം ചെയ്തിട്ട് പിന്നെ ചെയ്യാം. കാരണം നമുക്ക് നമ്മൾ ഇത് നമ്മൾ ചെയ്ത് നമുക്കൊരു 0 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടും. അതായത് 10 100 200 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇതാദ്യം ചെയ്യാം. ആണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇത് ഏത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്യാം. ഇത് രണ്ടും ഏത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് എളുപ്പമാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ എന്താണ്? 88 പ്ലസ് 12 പ്ലസ് 72. നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാം. 88ഉം 12 കൂടെ ആഡ് ചെയ്യാം. 100 പ്ലസ് 72 എന്ത് കിട്ടും? 172. ആൻസർ നോക്കിയേ എന്താണ്? ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറയുക. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കഴിഞ്ഞാണെങ്കിൽ ഇതാണ് എടുത്തത്. കാരണം എന്താ ഇതെടുത്തത്? നമ്മൾ ആ കണക്ക് ചെയ്യുന്ന എളുപ്പ രീതിക്ക് എടുത്ത് വെച്ച് ചെയ്യാം. അപ്പൊ നോക്കിയേ, ആദ്യത്തെ നമ്പേഴ്സ് ആഡ് ചെയ്തു. ആ കിട്ടിയ സമയം എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഇതായിട്ട് ആഡ് ചെയ്തു. നമുക്ക് ആ 172 കിട്ടി. അപ്പൊ അടുത്ത ദിവസം നോക്കിയേ, എന്താണ്? 15.5 പ്ലസ് 0.25 പ്ലസ് 0.75 നമുക്ക് ആഡ് ചെയ്യാം. എന്ത് ചെയ്യാം? അവിടെ നോക്കി ഇതിനോട് ആഡ് ചെയ്താൽ നമുക്ക് എളുപ്പം കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതനുസരിച്ച് ചെയ്യാം. എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇതായാലും നിങ്ങൾക്ക് എടുത്ത് എന്ത് ചെയ്യാം? ഇതെടുത്തായാലും ഇപ്പോൾ ചെയ്യാം. ഞാൻ അതെടുത്തു. നമുക്ക് നോക്കണം, നിങ്ങൾ ഏത് ആഡ് ചെയ്താലാണ് നമുക്ക് ആ ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ആ രീതി തന്നെ ചെയ്യും. എന്താണ്? 15.5 പ്ലസ് 0.25 പ്ലസ് 0.75. എന്ത് ചെയ്യാം? ഡബിൾ ആഡ് ചെയ്യാം. 0.25 പ്ലസ് 0.75 1.07. എന്താണ്? 1.07 എന്താണ്? 1 ആണ്. അപ്പൊ എന്താ? 15.5 പ്ലസ് 1 എന്ത് കിട്ടും? ഇതിന്റെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 15.5 പ്ലസ് 1 561. എന്താണ് ആൻസർ കിട്ടിയത്? 16.1. എന്താണ് ആൻസർ കിട്ടിയത്? 16.5 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ആഡ് ചെയ്യാൻ എടുത്തു. നമ്പേഴ്സ് ആഡ് ചെയ്തു. എങ്ങനെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. എന്താണ്? വൈയും ഇസഡും കൂടെ ആദ്യം കൂട്ടിയിട്ട് ആ സമ്മ എക്സിന്റെ കൂടെ കൂട്ടി. നോക്കിയ വൈ ഇസഡോടെ എന്താണ് ആദ്യം കൂട്ടി. എന്നിട്ട് ആ സമ്മ എന്ത് ചെയ്യാൻ പോവാം? എക്സിന്റെ കൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് 1 പോയിന്റ് നമ്മൾ ആദ്യം കൂട്ടിയപ്പോൾ എന്നിട്ട് 1 കിട്ടി. 1 എന്ത് ചെയ്യാൻ പോവാം? നമ്മുടെ 16.5 കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 16.5 കിട്ടി. അപ്പൊ എന്താണ് ആൻസർ? 16.5. നോക്കിയേ, അടുത്ത ദിവസം നോക്കുക. ഒരു ഫ്രാക്ഷൻ ഇല്ലേ? നമ്മള് എല്ലാ നമ്പേഴ്സും പറ്റും. എല്ലാ നമ്പേഴ്സും എക്സ് വൈ സെഡ് പറഞ്ഞ ഏത് നമ്പർ എടുത്താലും നമുക്ക് അവിടെ ഏത് നമ്പറിൽ പറ്റും. നമ്മൾ ആദ്യം നമ്പേഴ്സ് ചെയ്തു, പിന്നെ ഡെസിമൽ നമ്പേഴ്സ് ചെയ്തു. ഇപ്പൊ എന്താണ്? ഫ്രാക്ഷൻ എടുക്കാം. നോക്കിയേ, 1/4 പ്ലസ് 1 and 3/4 പ്ലസ് 2. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ? ഇതിന് എന്ത് ചെയ്യാം? നമുക്ക് ഇംപ്രോപ്പർ ആക്കി ആദ്യം ഒന്ന് മാറ്റി ചെയ്യാം. 1/4 പ്ലസ് എന്താണ്? 4 into 1 4 പ്ലസ് എന്താണ്? 3. 4 പ്ലസ് 3 നമ്മൾ അങ്ങനെ എഴുതാം. 1 into 4 പ്ലസ് 3/4 പ്ലസ് 2 എന്ന് വന്നു. അങ്ങനെ ഒരു 1/4 പ്ലസ് 1 into 4 4 പ്ലസ് 3 7 7/4 പ്ലസ് 2 എന്ന് വന്നു. 7/4 പ്ലസ് 2 എന്ന് വന്നു. ഇനി എന്താണ്? ഇത് നമ്മള് നോക്കാം. നോക്കിയേ, ഇവിടെ ഫ്രാക്ഷൻ അല്ലേ? സെയിം ഡിനോമിനേറ്റർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തമ്മിൽ ആദ്യം ആഡ് ചെയ്യാം. അപ്പോൾ അതല്ലേ എളുപ്പം. കാരണം സെയിം ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യാൻ നമുക്ക് എളുപ്പം. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആവും. ഇവിടെ 1 വരും,
വേറെ പറയാം, അപ്പൊ നമുക്ക് പാടായിരിക്കും. ഇതെന്താ സെയിം ആണ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെയിം രീതിയിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതെല്ലാം എടുക്കാം, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഏതാ 1/4 പ്ലസ് 7/4 പ്ലസ് 2. 1/4 ഉം 7/4 ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വരും 1/4 7/4 എത്രയാണ്? 1 പ്ലസ് 7/4 പ്ലസ് 2 വന്നു. 1 പ്ലസ് 7 എത്ര കിട്ടും? 1 പ്ലസ് 7 എത്ര കിട്ടും? 8/4 പ്ലസ് 2 വന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇത് ഇവിടെ അടിയിൽ എന്ത് ചെയ്യാം, 1 കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ചെയ്യാം. അതിൽ എളുപ്പം എന്താണ് നോക്കിയേ, 8/4 8/4 എന്ന് വെച്ചാൽ എത്ര കിട്ടും ആൻസർ? അതായത് 8/4 ആണ്. അപ്പൊ എത്ര കിട്ടും? 2 കിട്ടും ഇല്ലയോ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് എഴുതാം. 8/4 ആണ്. നമുക്ക് എന്ത് കിട്ടി? 8/4 എന്ന് വെച്ചാൽ 8/4 ആണ്. അപ്പൊ എന്ത് കിട്ടും? ആൻസർ 2 കിട്ടി. ബാക്കി എന്തുകൊണ്ട്? 2 ഉണ്ട്. 2 + 2 എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 4 കിട്ടി. അപ്പൊ നോക്കി നമ്മളുടെ ഫ്രാക്ഷൻ ആഡ് ചെയ്തിട്ട് 1/4 പ്ലസ് 1 ആൻഡ് 3/4 പ്ലസ് 2 ആദ്യം എന്ത് ചെയ്തു? 1 ആൻഡ് 3/4 മിക്സ്ഡ് ആയിരുന്നു, അതിനെ ഇംപ്രോപ്പർ ആയിട്ട് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ 1/4 പ്ലസ് 7/4 വന്നു. ഇത് മാറ്റിയപ്പോൾ ഇങ്ങനെ കിട്ടി 7/4 പിന്നെ എന്താണ് പ്ലസ് 2. എന്ത് ചെയ്തു? സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് തമ്മിൽ ആഡ് ചെയ്തു. ആ കിട്ടുന്ന ആൻസർ മറ്റേ കൂടെ ആഡ് ചെയ്തു. നോക്കിയേ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് നോക്കൂ. അതായത് എക്സും വൈയും ആദ്യം ആഡ് ചെയ്തു, പിന്നെ ഇസഡ് ആഡ് ചെയ്തു. എക്സും വൈയും ആദ്യം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് 7/4 എന്താണ്? 8/4 കിട്ടി. ഈ 8/4 നമുക്കിവിടെ y 1 കൊടുത്ത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്താണ് 8/4 നമുക്കിവിടെ ഫ്രാക്ഷൻ മാറ്റി എന്താണ് നമ്പർ ആക്കാൻ പറ്റും. എന്താണ് 8/4 എന്ന് വെച്ചാൽ എത്രയാണ്? 8/4 2 ആണ്. അപ്പം ഇവിടെ ബാക്കി 2 ആണ്. അപ്പൊ 2 + 2 എന്താണ്? 4 കിട്ടി. നോക്കിയേ ഇവിടെ പാടുകൾ തീരുന്നില്ല. ഇതേ ഇതുപോലത്തെ പ്രോപ്പർട്ടി കുറച്ചുണ്ട്. ഒരു വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ പ്രോപ്പർട്ടീസ് കുറച്ചുണ്ട്. അപ്പം ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് ബാക്കി കണക്കുകൾ അടുത്ത ക്ലാസ് ചെയ്യാം. ബാക്കി പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് കിട്ടിയത് നിങ്ങൾ ഈ കണക്കുകളൊക്കെ ചെയ്ത് പഠിക്കാം. വേറെ കണക്ക് നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ ചെയ്യിപ്പിക്കാം.